അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. ഒരാഴ്ചയായി പച്ചക്കറി, മത്സ്യം, മാംസം എന്നിവയ്ക്കെല്ലാം പൊള്ളുന്ന വിലയാണ്. ഈ വിലക്കയറ്റം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ ഒരു മാസമായി കമ്പോളത്തിൽ വിലക്കയറ്റമാണ്. പച്ചക്കറിക്ക് 20 രൂപ മുതൽ 30 രൂപ വരെ വില കൂടി. രണ്ടാഴ്ച മുമ്പ് 100 രൂപയുണ്ടായിരുന്ന ഉണ്ടപ്പച്ചമുളകിന് കിലോയ്ക്ക് 160 രൂപയായി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ തക്കാളിക്ക് 58 രൂപയും മുരിങ്ങയ്ക്ക് 70 രൂപയുമായി. ബീൻസിനും പാവയ്ക്കും കിലോയ്ക്ക് 100 രൂപയിൽ കൂടുതലാണ്. കിലോയ്ക്ക് 20 രൂപയുള്ള ചുരങ്ങയ്ക്ക് മാത്രമാണ് വില കൂടാത്തത്. കേരളത്തിലേക്ക് പച്ചക്കറി എത്തുന്ന തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ഉൽപ്പാദനം കുറഞ്ഞതും കൃഷിനാശമുണ്ടായതുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പച്ചക്കറിക്കൊപ്പം മത്സ്യം, മാംസം എന്നിവയ്ക്കും വില കുതിക്കുകയാണ്. മിക്ക ഇനം മീനുകളുടെയും വില കിലോയ്ക്ക് 250 കടന്നു. കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന മത്തിയുടെ വില പോലും കിലോയ്ക്ക് 300 രൂപയായി. അതിൽ കൂടുതലും വാങ്ങും. ട്രോളിംഗ് നിരോധനവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവും കുറഞ്ഞതാണ് മീൻ വില കുതിച്ചു വരാൻ കാരണമായത്. 380 രൂപ മുതൽ 420 രൂപ വരെയാണ് പോത്തിറച്ചിയുടെ വില. എല്ലില്ലാത്തത് ലഭിക്കാൻ 420 കൊടുക്കണം. മൂരിയിറച്ചിക്ക് 420 ആട്ടിറച്ചിക്കും വില കൂടി. 800 മുതൽ 900 രൂപ വരെയായി. നിയന്ത്രണമില്ലാതെ കൂടുകയാണ് ചിക്കൻ വിലയും. കിലോയ്ക്ക് 300 രൂപ എത്തി. ഇതുമൂലം അവശ്യ സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് വില കൂടിയാൽ പകരം ഉപയോഗിക്കാവുന്നവ വാങ്ങുന്ന അതിജീവന തന്ത്രവും പൊളിഞ്ഞു. പച്ചക്കറിക്കും മീനിനും ഇറച്ചിക്കും ഒരുപോലെ വില കയറിയത് പാവപ്പെട്ടവൻ്റെയും ഇടത്തരക്കാരൻ്റെയും അടുക്കളയിലെ മണ്ണ വാരിയിടുന്നതിന് തുല്യമാണ്. വില കുറച്ച് വാങ്ങാൻ സപ്ലൈകോയിലും ഒന്നുമില്ലാത്തതിനാൽ മഴക്കാലം പട്ടിണിക്കാലമായി. എന്ത് തിന്നുമെന്നോ കുടിക്കുമെന്നോ വിഷമമില്ലാത്തതുകൊണ്ട് മന്ത്രിമാരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. കാരണം അവരാരും മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. ഒരു കണക്കിന് അതും നന്നായി. ഒരു മാസമായി വില ഉയർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും സർക്കാർ അറിഞ്ഞ മട്ടില്ല. മിതമായ വിലയ്ക്ക് ഭക്ഷണം വിറ്റിരുന്ന ഹോട്ടലുകളും തട്ടുകടകളുമൊക്കെ പ്രതിസന്ധിയിലായി. സാമ്പാറിൽ പച്ചക്കറി പേരിന് മാത്രമായി. നേരിയ വ്യത്യാസമുണ്ടെങ്കിലും ഹോർട്ടികോർപ്പിൻ്റെ വിൽപ്പനശാലകളിലും പച്ചക്കറി വില വർദ്ധിച്ചു. വരും ദിവസങ്ങളിൽ വില വീണ്ടും ഉയരുമെന്നാണ് മൊത്തക്കച്ചവടക്കാർ നൽകുന്ന സൂചന. മഴക്കാലത്ത് പഴങ്ങൾക്ക് വില കുറയാറുണ്ടെങ്കിലും ഇത്തവണ മറിച്ചാണ് സംഭവിച്ചത്. എന്തിനേറെ എല്ലാത്തിനും വില കൂടി. ചുരുക്കത്തിൽ എല്ലാത്തിനും ഒരുപോലെ വില കൂടിയ കഷ്ടകാലമായി. ചെറുപയർ, കടല തുടങ്ങിയ ധാന്യങ്ങളുടെയും വറ്റൽമുളക്, ജീരകം തുടങ്ങിയവയുടെയും വില കൂടിയിട്ടുണ്ട്. മഴയത്ത് തൊഴിൽ കുറഞ്ഞതോടെ കൂലിപ്പണിക്കാരുടെ വരുമാനവും ഏതാണ്ട് ഇല്ലാതായി. പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളും വർദ്ധിച്ചു.